IPL മാച്ച് നമ്പർ 15 അവസാനിച്ചപ്പോൾ ഒരു കംപ്ലീറ്റ് വൺ സൈഡഡ് ഗെയിമായിരുന്നു കൊൽക്കത്തയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഡീകോക്ക്, നരേൻ തുടങ്ങിയ രണ്ട് ഓപ്പണേഴ്സിനെയും പെട്ടെന്ന് പുറത്താക്കി മികച്ച സ്റ്റാർട്ടായിരുന്നു SRHന് ലഭിച്ചത്. നരേനായിട്ടുള്ള മാച്ചപ്പ് നോക്കി കമ്മിൻസ് നേരത്തെ പന്തെറിയാൻ വന്നത് ഡീകോക്കിന്റെ വിക്കറ്റായിരുന്നു ആക്ച്വലി അവർക്ക് കൊടുത്തത്. എന്നാൽ മൂന്നാം വിക്കറ്റിൽ അങ്കുരീഷ് രഹാനെ ജോഡി 81 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി തകർച്ചയിൽ നിന്നും കൊൽക്കത്തയെ രക്ഷിച്ചു. എങ്കിലും ട്രിക്കിയായ വിക്കറ്റിൽ ഫാസ്റ്റായ സ്കോറിംഗ് വന്നിരുന്നില്ല. 15 ഓവർ കംപ്ലീറ്റ് ആയപ്പോൾ 122-4 എന്ന നിലയിലായിരുന്നു ടീമിന്റെ സ്കോർ. എന്നാൽ 16 മുതൽ പിന്നീട് വന്ന 4 ഓവറിൽ 66 റൺസ് അടിച്ച് 170 എന്ന് തോന്നിച്ച ടോട്ടൽ 200ലേക്ക് എത്തിക്കുകയാണ് കൊൽക്കത്ത ചെയ്തത്. 29 പന്തിൽ 60 അടിച്ച വെങ്കടേഷ് അയ്യരും 17 പന്തിൽ 32 അടിച്ച റിങ്കുവുമാണ് ഈ അസോൾട്ട് നടത്തിയത്. ബേസിക്കലി വളരെ മോശം ഡെത്ത് ബോളിംഗ് തന്നെയായിരുന്നു SRHന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. മത്സരം അവർക്ക് കോസ്റ്റ് ആയതും ഇവിടെ തന്നെയാണ്. സ്പിന്നേഴ്സിന് പന്ത് ചെറുതായി ഹോൾഡ് ചെയ്ത് സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരു ട്രാക്കിൽ കമിന്ദു മെൻഡിസിനെ ഫുൾ ഓവർ കോട്ട കൊടുക്കാതിരുന്ന കമ്മിൻസിന്റെ തീരുമാനം സർപ്രൈസ്ഡായി തോന്നിയിരുന്നു. 2 കൈകൊണ്ട് പന്തെറിയുന്ന മെൻഡിസ് ഓരോ ഓവറിൽ വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്തപ്പോൾ അങ്കുരീഷിന്റെ വിക്കറ്റും എടുത്തിരുന്നു. ഇതോടൊപ്പം ഫീൽഡിംഗിലും ഒരുപാട് മിസ്ഫീൽഡും കൂട്ടത്തിൽ ഡ്രോപ്സും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇനി മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ഗെയിമിലും SRHന്റെ ബാറ്റിംഗിൽ കണ്ട അതേ പ്രശ്നം തന്നെയായിരുന്നു ഇന്നലെയും കണ്ടത്. ഒരാൾ പോലും ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനോ സേഫായി കളിക്കാനോ ശ്രമിക്കാതെ വന്നവരെല്ലാം തന്നെ ഷോട്ട് കളിക്കാൻ അഗ്രസീവായി നോക്കിയാണ് വിക്കറ്റ് കളഞ്ഞത്. പിച്ചിൽ പന്ത് കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം പല ബാറ്റേഴ്സും ശ്രദ്ധയിൽ പോലും കൊണ്ടുവന്നതുപോലെ തോന്നിയില്ല. 3-ാം ഓവറിൽ തന്നെ 9-3 SRH 10 ഓവർ ആയപ്പോഴേക്കും 75-6 എന്ന നിലയിലേക്ക് തകർന്നിരുന്നു. കമിന്ദു മെൻഡിസ്, ക്ലാസൻ എന്നിവരുടെ ഇന്നിംഗ്സ് കൊണ്ട് മാത്രമാണ് ടീം ടോട്ടൽ 100 കടന്നത്. ഒടുവിൽ 120 SRHന്റെ ഇന്നിംഗ്സ് അവസാനിക്കുകയാണ് ഉണ്ടായത്. വൈഭവ് അരോര, വരുൺ ചക്രവർത്തി എന്നിവർ 3 വിക്കറ്റ് വീതം നേടി. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത വെങ്കടേഷ് അയ്യറിന്റെ പിൻബലത്തിൽ 200 ആണ് നേടിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ SRH തകർന്നതോടെ 80 റൺസിന്റെ വിജയമാണ് KKR നേടിയത്. വൈഭവാണ് കളിയിലെ താരം.